വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. പണി കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. ഈ കല്ലിൻ്റെ മുകളിൽ വേറെയല്ല നമ്മളെ പണി, മിഷൻ കല്ലിൻ്റെ മേലെ. അതൊക്കെ കഴിഞ്ഞ് വന്നൊന്ന് മേലെ കഴുകിയിട്ടൊന്ന് ഇരുന്നതാ. ഒരു കാര്യം പറയാനേ, വേറൊന്നുമില്ല. ഈ പണി കഴിഞ്ഞ് വന്ന ആ മേലും കൈയും വേദന ഒക്കെ ഒന്ന് മാറ്റാനേ ഞാൻ ഇച്ചിരി മദ്യം കഴിക്കും. അപ്പോൾ അത് ഇത്ര പ്രശ്നമാണെന്ന് എനിക്കും അറിയില്ല. അങ്ങനെ കഴിച്ച് ഞാൻ നല്ലൊരു കുടിയനായി. ഇതൊക്കെ എൻ്റെ ചെക്കൻ കണ്ടിരുന്നു. ഓൻ ഒരു ദിവസം എന്നോട് ചോദിച്ച്, അച്ഛാ ഒരു 500 ഉറുപ്പ്യ തരുമോ എന്ന് ചോദിച്ചു. എൻ്റെ കുട്ടിയല്ലേ, ഞാനിപ്പോൾ ചെക്കനെ കൊടുത്ത്. ഓൻ കോളേജിൽ പഠിക്കുകയാണേ. അങ്ങനെ ഈ 500 ഉറുപ്പ്യ കൊടുത്തിട്ട് ഓൻ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും വന്നു ചോദിച്ച് ഒരു 200 ഉറുപ്പ്യ കൂടി വേണമെന്ന്. അതും കൊടുത്തു. എന്താ ചെയ്യുക? വൈകുന്നേരത്ത് ഞാൻ പണി കഴിഞ്ഞ് വന്നപ്പോഴേ പെണ്ണുങ്ങൾ പറഞ്ഞു, ചെക്കനിതാ എന്തോ അപസ്മാരം ഇളകി മാറിക്കിടുന്നു, ഇതാകുന്നു, വേഗം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം എന്നറിഞ്ഞു. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഞാൻ അറിയും ആകെയുള്ളൊരു മോനാ. ഓന് ഇപ്പോഴത്തെ എന്തോ ഒരു സംഭവമില്ലേ, MDMO എന്തോ ഒരു ലഹരി, അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ അടിമയാണെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞാൻ മോനും കൂട്ടി ഡോക്ടർ പറഞ്ഞ പ്രകാരം ഒരു കൗൺസിലിങ്ങിന് പോയി. അപ്പോൾ ഡോക്ടറോട് പറയാ, എൻ്റെ അച്ഛനും നല്ല കുടിയനല്ലോ, അത് കണ്ടിട്ട് ഞാൻ പഠിച്ചത്, ഞാനും ഇങ്ങനെ ലഹരിയിലേക്ക് പോയത്. അന്ന് നിർത്തിയതാ ഞാൻ. ഒരു ലഹരി, ഒരു മദ്യപാനം, ഇതൊക്കെ ഒരു കുടുംബം എത്ര നശിപ്പിക്കുന്നറിയാം. അതുകൊണ്ട് ഞാൻ നിർത്തി. പിന്നെ ഇപ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം ചെക്കൻ കോളേജിൽ പഠിച്ച് നല്ല രീതിയിൽ പാസ്സായി. അപ്പോൾ ഓനക്കൊരു ജോലി കിട്ടി. അപ്പോൾ സന്തോഷത്തിൽ ജീവിക്കാം. അന്ന് നിർത്തിയത് ഞാൻ ലഹരി. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ലഹരിയല്ല ജീവിതം, ജീവിതമാണ് ലഹരിയെന്ന്. അപ്പോൾ എല്ലാവരും ലഹരി ഉപേക്ഷിച്ച് സ്വന്തം കുടുംബത്തോട് നല്ല രീതിയിൽ നല്ല കുടുംബമായി ജീവിക്കാൻ എല്ലാവർക്കും അതൊരു ലഹരിയായി മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.